ഞാനിപ്പോൾ വീഡിയോ കണ്ട് മറ്റേ നമ്പർ കൊടുത്തതിൻ്റെ കേസ്, ഈ അഫ്സലിൻ്റെ കേസ് ഒക്കെ പറഞ്ഞിട്ടുള്ള. അപ്പോൾ നമ്പർ കൊടുത്ത കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ പരിചയപ്പെടുന്നതിൻ്റെ മുമ്പേ ഈ ജാസ്മിനും ഈ നോറയും എന്തോ ഒരു വലിയ കച്ചറ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ നോറൻ്റെ ജാസ്മിൻ്റെ ഇടയിൽ കച്ചറ ഉണ്ടായിരുന്ന ടൈമിലാണ് ഞാൻ ഈ ജാസ്മിനെ കണ്ടുമുട്ടുന്നതും അറിയുന്നൊക്കെ. അപ്പോൾ പിന്നെ ഞങ്ങളെ കല്യാണം ഉറപ്പിച്ച് അങ്ങനെ കുറേ കഴിഞ്ഞ് പിന്നെ ഈ കഴിഞ്ഞ വർഷം ജനുവരി, അതായത് ഞങ്ങളെ കല്യാണം മുടങ്ങിയ 2022 ഡിസംബർ കഴിഞ്ഞിട്ടുള്ള ജനുവരി, 2023 ഫസ്റ്റ് സ്റ്റാർട്ടിങ് ജനുവരിയിലാണ് ഞാൻ നമ്പർ കൊടുക്കുന്നത്. നമ്പർ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്പർ കൊടുത്തിട്ടുമില്ല, കോൺഫറൻസ് കോളാണ്. ഞാൻ നോറനെ വിളിച്ചിട്ട് ജാസ്മിനെ കോൺഫറൻസ് ഇട്ട് കൊടുക്കുക ചെയ്തത്. അതും ഇവർ രണ്ടാളും, ഈ നോറന്നെ എന്തോന്ന് പറയുന്നുണ്ടല്ലോ മറ്റേ ബിഗ് ബോസിൽ, അവളെല്ലാം എന്നോട് സോറി പറഞ്ഞ് അപ്പോൾ അവളെ വിശ്വസിച്ച് പോയി എന്നുള്ളത് ഒരു കേസ് പറയുന്നുണ്ടല്ലോ. അന്ന് ആ ടൈമിൽ ഇവർ 4 വർഷം മുമ്പുള്ള എന്തോ ഒരു കച്ചറ പ്രശ്നം തീർത്തതായിരുന്നു. അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കായിരുന്നു, അതായത് ആ 2023 ജനുവരിയിൽ. അല്ലാണ്ട് ഇവർ എന്താണ് എല്ലാവരും വിചാരിക്കുന്ന പോലെ ഞാൻ നമ്പർ കൊടുത്തത് ഈ ബിഗ് ബോസ് പോണതിൻ്റെ തലേന്ന് 2 ദിവസം മുമ്പ് കൊടുത്തതൊന്നല്ല. നമ്പർ കൊടുത്തിട്ട് എത്രയോ കാലങ്ങളായി. പിന്നെങ്കിൽ അഫ്സലിൻ്റെ കേസ് പറയാനുള്ള വെച്ചാൽ, അഫ്സൽ എനിക്കൊന്നും പറയാനില്ല. അഫ്സൽ ഇപ്പോൾ വിഷമിക്കുന്നത് എനിക്കതിനെ പറ്റി ഒന്നും പറയാനില്ല. ഞാൻ ഈ സെയിം സാധനം ഞാനും ഇതിൽ ഇതേപോലെ വിഷമിച്ചൊരു വ്യക്തിയാണ്. അതായത് നിങ്ങളെ ഈ അസ്ലൻ്റെ കല്യാണത്തിനാണ് അഫ്സലായിട്ട് പരിചയപ്പെടുന്നത്. അതിന് ശേഷം ഈ ഇവർ രണ്ടുപേരും, ഈ ഗബ്രീനെ പറയുന്ന പോലെ തന്നെ ഈ അഫ്സലിനാണ് എനിക്ക് അന്ന് പറയാനുള്ളത്. അപ്പോൾ അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആവുകയും കോൾ ചെയ്യുകയും എല്ലാം ആയി കഴിഞ്ഞവരാണ് ഞങ്ങൾ രണ്ടാൾ ബ്രേക്കപ്പ് ആകുന്നത്. അപ്പം എനിക്ക് അതിലൊന്നും അവനെ കുറ്റം പറയാനോ ഇല്ല, അവനെ നല്ല പറയാനോ ഇല്ല. അവൻ വിഷമിക്കുന്നതിന് എനിക്കൊന്നും പറയാനില്ല. ഞാൻ അനുഭവിച്ച എണ്ണ ഇപ്പം അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവനക്ക് ആ കറക്റ്റ് അറിയായിരുന്നു ഞങ്ങൾ രണ്ടാൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാണ് ഒക്കെ അവനക്കറിയായിരുന്നു. സെയിമാണ് ഇപ്പോൾ ഗബ്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലിപ്പോൾ ഒന്നും എനിക്ക് പറയാനില്ല. അഫ്സലിൻ്റെ കാര്യം കേൾക്കണോ? ഈ അഫ്സൽ പറയുന്നുണ്ടല്ലോ 7 മാസമായിട്ട് ഇവർ രണ്ടാളും റിലേഷനിലായിരുന്നു എന്ന്. അപ്പോൾ 7 മാസമായി ഞങ്ങൾ ബ്രേക്കപ്പ് ആയിട്ട്, അത് വേറെ കാര്യം. 7 മാസമായി റിലേഷനായിട്ട് എന്നും. പിന്നെ അപ്പോൾ ഈ കല്യാണം എൻഗേജ്മെൻറ്റ് ഉറപ്പിക്കണം എന്ന് ഈ ജാസ്മിന് ഭയങ്കര വാശി പിടിച്ചിട്ടാണ് അവൻ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഈ എൻഗേജ്മെൻറ്റിൻ്റെ തലേന്ന് രാത്രി വരെ എന്നോട് വിളിച്ച് പറഞ്ഞിരുന്നു, ഇങ്ങനെ എൻഗേജ്മെൻ്റ് ആണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പറയണോ, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് ഞാൻ ഫോണൊക്കെ ചെയ്തു. അതിൻ്റെ മുമ്പൊക്കെ അവളിന്നെ എത്രയോ വട്ടം വിളിച്ചു കണ്ട് എന്നോട് ചോദിക്കും പറയുകയൊക്കെ ചെയ്യില്ല. എത്രയോ വട്ടം കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ എല്ലാ സ്ക്രീൻഷോട്ടും ഉണ്ട്, കരഞ്ഞ് പറഞ്ഞതും ഒക്കെ എല്ലാം എൻ്റെ ഉണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞ് അവൾക്ക് മറക്കാനാകുന്നില്ല, എനിക്ക് ഇന്നെ തന്നെ വേണം, എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ എന്നൊക്കെ. പക്ഷെ ഇപ്പുറത്ത് വേറൊരു ലവർ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് പിന്നെ എന്നോട് വന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കും. ഞാൻ എന്നിട്ടും അവളോട് പറയുന്നത് എനിക്ക് വേണ്ട, ഞാനത് അന്നായിട്ട് മൊത്തം ക്ലോസ് ചെയ്ത കാര്യമാണ്, ഇനി ഞാനിതിലേക്ക് വരില്ല, ഒരു ഹോപ്പും ഇല്ല, ഇനി എൻ്റെ പലതും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ എന്തായാലും എന്നെ കിട്ടുന്നില്ല, ഈ വേറെ എന്തോ കെട്ടിക്കോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അഫ്സലിൻ്റെ കാര്യം അറിഞ്ഞ അന്ന് മുതൽ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, അഫ്സലിന് ഈ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ വെറുതെ രണ്ട് ഇതിൽ നിൽക്കരുത്. അപ്പം ഞാനേതായാലും ബ്രേക്കപ്പായി ഞാൻ പോയതാണ്. പിന്നെ എൻ്റെ വേക്കിൽ നടക്കാൻ നിൽക്കണ്ട, ഞാൻ എന്നെ കെട്ടാനും നിൽക്കുന്നില്ല. പിന്നെ ഈ അഫ്സലിന് ഈ ഒരു ഹോപ്പ് കൊടുത്തിട്ട് പിന്നെ അവനെ ചതിക്കാൻ പാടില്ല. എനിക്ക് കറക്റ്റ് അറിയുന്നൊരു ഇതാണ് ഈ എൻഗേജ്മെൻറ്റ്, അതായത് ലവറായിട്ട് എൻഗേജ്മെൻ്റൊക്കെ നടന്നിട്ട് മുടങ്ങി പോകുമ്പോഴുള്ള ആ ഒരു വിഷമം എനിക്ക് നല്ലോണം അറിയുന്നതാണ്. അപ്പോൾ അത് അവനെ അത്രയും നിൻ്റെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട്
നീ എങ്ങനെ ഒരു ഇത് ചെയ്യരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളോട് എത്രയോ വട്ടം. അപ്പോൾ നമ്മൾ ഈ കേട്ടത് വന്നിട്ട് നമ്മുടെ മുന്നേരെ വോയിസും ക്ലിപ്പും കാര്യങ്ങളുമാണ്. മുന്നേനെ നമുക്കെല്ലാവർക്കും അറിയാം, ജാസ്മിൻ്റെ ആദ്യത്തെ എൻഗേജ്മെൻറ്റ് നടന്ന ഒരു വ്യക്തിയാണ് മുന്ന. അപ്പോൾ ജാസ്മിൻ മുന്നേനെയും തേച്ചിട്ടായിരുന്നു അഫ്സലിൻ്റെ അടുത്ത് പോയിരുന്നു എന്നുള്ളൊരു കാര്യമാണ് മുന്നേ പറയുന്നത്. കാരണം അവർ തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് അസ്ലാം മാർലിയുടെ ഒരു കല്യാണത്തിന് വെച്ചിട്ടാണ് ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇവർ രണ്ടുപേരും പരസ്പരം കോൾ ചെയ്യുന്നു, സംസാരിക്കുന്നു, ഇഷ്ടങ്ങൾ പറയുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് മുന്നേ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഇത് വേണ്ട, നിർത്താൻ പറഞ്ഞിട്ടും നിർത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ അതിനുശേഷം മുന്നേ ഒഴിവാക്കിയതിന് ശേഷം ഇവരുമായിട്ട് എൻഗേജ്മെൻറ്റും കാര്യങ്ങളെല്ലാം നടത്തേണ്ട ഒരു സിറ്റുവേഷനിലൊക്കെ എത്തിയതായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് എൻഗേജ്മെൻറ്റ് നടത്താൻ പറഞ്ഞപ്പോഴത്തേക്കും മുന്നേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇക്കനെ എനിക്ക് മറക്കാൻ പറ്റുന്നില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ലോ ഓഫ് റോഡ് പോലെയൊക്കെ എന്തൊക്കെയോ കോഴിത്തരമൊക്കെ കാണിച്ച് കൂട്ടിയിട്ടുണ്ട് നമ്മുടെ ജാസ്മിൻ ജാഫർ. അപ്പോൾ എന്തായാലും പുതിയ പുതിയ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക.